ഇപ്പോൾ സിനിമ എടുത്ത് വിജയിക്കുന്നതിൽ എളുപ്പമാണ് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി അടിക്കുക എന്നുള്ള ലെവലിലായി മാറിയിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോഴും ഈ തിയേറ്ററിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയാണെങ്കിൽ താങ്കളൊക്കെ മനസ്സും എടുക്കില്ലേ? പക്ഷെ ആ ഇൻസിഡൻസ് ഒക്കെ ഞാൻ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്, ടിവിയിലൂടെ കണ്ടിട്ടുണ്ട്. എന്നാണ് റിലീസ്? മാർച്ച് 1 റിലീസ് ചെയ്യുന്നത്. മാർച്ച് 1 സമരമാണല്ലോ. ബൈക്ക് ആദ്യം നമ്മൾ ബുള്ളറ്റ് ഒക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ നമുക്ക് ആളുടെ കോൺഫിഡൻസ് ലെവൽ ദിവസം താഴ്ന്നു. സൈക്കിളിലേക്ക് എത്തിയോ? സ്പ്ലെൻഡർ ഓടിച്ചു ഞാൻ, ആർക്കും ആളപായം ഒന്നും സംഭവിക്കാതെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. പിന്നെ മേക്കിംഗ് വീഡിയോ ഇറങ്ങുമ്പോൾ ഇറങ്ങരുതേ എന്നാണ് എന്റെ പ്രാർത്ഥന. നമ്മൾ വേണ്ട എന്ന് വെച്ച സിനിമകൾ പിന്നീട് മറ്റാളുകൾ ചെയ്യുന്നുണ്ടല്ലോ. അത്തരം സിനിമകൾ വേറെ ഹിറ്റുകളിലേക്ക് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ ഇങ്ങനെ എറിയണം, എന്നിട്ട് ഈ പേപ്പർ 4 സൈഡും പോയി ഇങ്ങനെ വീഴണം. ഇത് എനിക്ക് സ്ഥിരം പേപ്പർ ഇടലല്ലോ, ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ പോലെ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ 4 വിളിക്കും സ്വാഗതം. സീക്രട്ട് ആയിട്ട് പറയേണ്ട ഒരു പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? സീക്രട്ട് പരസ്യമായിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പേര് കേൾക്കുമ്പോൾ അങ്ങനെ വയ്ക്കണം. ഡയറക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? എന്താണ് ഈ സിനിമ പറയുന്നത്? എനിക്ക് തോന്നുന്നു ഒരു ഹൊറർ ത്രില്ലർ. എന്ത് വേണം, നമ്മൾ ഏത് ഇതിൽ പിടിക്കണം? ഇതൊരു ക്രൈം ഡ്രാമ ആണ് ശരിക്കും. അതെ അല്ലേ? ഹൊറർ അല്ല, ക്രൈം സ്റ്റോറിയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് അപ്ലൈ ചെയ്തിട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൽ നമ്മളിവിടെ സമൂഹത്തിൽ നടക്കുന്ന, നമുക്ക് പുറത്ത് എല്ലാവരും ഈ പറഞ്ഞ പോലെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എവറി ഹോം ഹാസ് സീക്രട്സ് എന്നുള്ളത് നമ്മുടെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പുറത്ത് കാണിക്കുന്ന ഉത്തമ കുടുംബം ഒന്നും ആയിരിക്കില്ലല്ലോ. വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള പല സീക്രട്സും ഉണ്ടാവും, മനസ്സിൽ കിടക്കുക. അത് ആൾക്കാർക്ക് ഉണ്ടാവും. അത് നമ്മളത് പുറത്തൊരിക്കലും പറയില്ല. അപ്പോൾ അത്തരം സീക്രട്സിൽ കുറച്ച് നമ്മൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരു തരത്തിൽ പുറത്ത് പറയാൻ പോലും ആൾക്കാർ മടിക്കുന്ന അത്തരം ഒരു വിഷയം നമ്മൾ ഈ സിനിമയിൽ റിവീൽ ചെയ്യുന്നുണ്ട്. ഇത്തരം ഈ സിനിമകൾ നമ്മൾ ഈ കുടുംബ പ്രേക്ഷകരിലേക്ക് എന്തുമാത്രം ആഴത്തിലേക്ക് എത്താൻ പറ്റും ഇത്തരം സബ്ജക്റ്റുകൾ? അത് നമുക്ക് കുടുംബ പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും അവർ എന്റർടൈൻമെന്റ്സ് മാത്രം ആസ്വദിക്കുന്ന ആൾക്കാരെന്ന് നമ്മൾ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ സിനിമകൾ, നല്ല കണ്ടന്റുള്ള സിനിമകൾ, കഥകൾ തിയേറ്ററുകളിലെ ആളുകൾ പോയി കണ്ടിരുന്ന കാലമുണ്ട്. അതായത് കുടുംബ പ്രേക്ഷകർക്ക് ഇന്റൻസ് സ്റ്റോറീസ്, അതായത് ഫാമിലി ഡ്രാമാസ്, അതൊക്കെ ഒരുപാട് നല്ല സംവിധായകരും തിരക്കഥാകൃത്തുകളും എഴുതിയ സിനിമകൾ. പക്ഷേ പിന്നീട് നമുക്കറിയാം ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കൂടുതലുള്ള ഹ്യൂമർ ആയിക്കോട്ടെ, മാസ്, അങ്ങനത്തെ പടങ്ങളിലേക്ക് ആളുകൾ ഒരുപാട് കൂടുതൽ വരുന്നതിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു, ഇപ്പം നമ്മൾ കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ, ഈ പുതിയ യൂത്ത് എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് എക്സ്പോഷർ ഉള്ള ആളുകൾ, അവരാണ് ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ തിയേറ്ററിൽ വരുന്നത്. അല്ലാതെ ആദ്യത്തെ ദിവസം തന്നെ ഓടി ഫാമിലീസ് വരുന്ന സിനിമകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ യൂത്തിന് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് അതിലൊരു പുതുമയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ടർ അവർക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുണ്ടെങ്കിൽ അവരത് അടുത്ത ആളുകളോട് പറയും. ഓക്കെ, ഈ പടത്തിൽ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നമുക്ക് ഈ സിനിമയിലുണ്ട്. ഈ ആദ്യം കാണാൻ വരുന്ന വിരലെണ്ണാവുന്ന ആളുകളാണെങ്കിൽ പോലും, ഇപ്പം നമ്മുടെ സിനിമ അറിയാമല്ലോ, നമുക്കിപ്പോൾ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകളൊന്നും അല്ലെങ്കിൽ പോലും ഈ സിനിമ കാണാൻ വരുന്ന ആദ്യത്തെ ദിവസം കാണാൻ വരുന്ന കുറച്ച് ആളുകൾ, അവർ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കും. അവരായിരിക്കും ഈ സിനിമയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ കൊടുക്കാൻ പോകുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ സിനിമ. അല്ല, ആർട്ടിസ്റ്റുകൾക്ക് ഒരു വാല്യൂ ഒന്നും വേണ്ട ഇപ്പം സിനിമ വിജയിക്കാൻ. അത് ബിസിനസ് പരമായിട്ടുള്ളൂ, അവർക്ക് എത്ര രൂപ കിട്ടുന്നത്. പക്ഷെ സിനിമ വിജയിക്കാൻ ഇന്ന താരം വേണമെന്ന് ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇനീഷ്യലി പക്ഷെ ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോഴും ഒരു സിനിമയുടെ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഈ പറയുന്ന തരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അത് വലിയ പ്രശ്നമാണ്. അതായത് ഈ അടുത്ത കാലത്ത് പല പ്രമുഖരും, പ്രത്യേകിച്ച് വിജയ് ബാബു, അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, വളരെ വാലിഡായിട്ടൊരു പോയിന്റ്. അതായത് പണ്ട് കാലത്ത് നമുക്ക് നല്ല ചെറിയ കണ്ടന്റുള്ള നല്ല സിനിമകൾ ഉണ്ടാവുമായിരുന്നു. അത് മലയാള സിനിമയുടെ പ്രത്യേകതയായിരുന്നു. മറ്റു ഭാഷയിലുള്ള എല്ലാവരും അതിനെ വളരെയധികം ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം നല്ല സിനിമകൾ ഉണ്ടാവുന്നു മലയാളത്തിൽ, ചെറിയ സിനിമകളാണെങ്കിലും, വലിയ ആർട്ടിസ്റ്റുകൾ ഇല്ലെങ്കിൽ പോലും നല്ല കണ്ടന്റ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറിയ നല്ല സിനിമകൾ ഉണ്ടായി അതിനുള്ള സ്പേസ് തിയേറ്ററിൽ ഇല്ല. അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, തിയേറ്റേഴ്സ് ആയിക്കോട്ടെ, അവർക്കെല്ലാം വലിയ സിനിമകളൊന്ന്, അത് അവരുടെ ബിസിനസ് താല്പര്യമാണ്, അവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നല്ല കണ്ടന്റുള്ള സിനിമകൾ വരുമ്പോൾ അതിനൊരു സ്പേസ്, മനുഷ്യർ കാണുന്നൊരു സമയം. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുന്ന സിനിമയ്ക്ക് വർക്കിംഗ് ഡേയ്സിൽ ഉച്ചയ്ക്ക് 12:30 ഒരു ഷോ, 2 മണിക്ക് ഒരു ഷോ ഒക്കെ തന്നുകൊണ്ട് 2 ഷോ തന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ഫാമിലീസ് കാണാൻ വരുന്നവർ വൈകിട്ട് ഈവനിങ് 2 ഷോ കടന്ന് 2 ദിവസം കൊടുത്തു നോക്കുക.
എന്നിട്ട് ആരും വരുന്നില്ലെങ്കിൽ, ഒരു അഭിപ്രായം വരുന്നില്ലെങ്കിൽ മാറുന്നു മനസ്സിലാക്കാം. അതിനൊരു ബ്രീത്തിങ് സ്പേസേ കിട്ടാറില്ല. മറ്റു വലിയ സിനിമകളിലൊക്കെ എല്ലാം സ്പേസ് കൊടുത്ത് ഇത്തരം സിനിമകളെ പേരിന് 1 2 കൊടുക്കുന്ന സിനിമകളുടെ ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതൊരു വലിയ ചലഞ്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഈ സിനിമ അതിനേക്കാൾ കൂടുതൽ റീച്ച് ആളുകൾക്ക്, എന്താ പറയുക, ആദ്യത്തെ ദിവസം കാണുന്ന ആളുകൾ കുറച്ച് നന്നായി സംസാരിക്കും. അതുകൊണ്ട് നമുക്കൊരു സ്പേസ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വാസമല്ല നമുക്കല്ല. അതിപ്പോ പറ്റുള്ളൂ. നമുക്ക് വേറെ താങ്കളൊക്കെ സംബന്ധിച്ച് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഈ സിനിമാ മേഖലയിൽ എക്സ്പീരിയൻസ്, നല്ല നല്ല സ്ക്രിപ്റ്റുകൾ തന്നാണ് പ്രേക്ഷകർക്ക്, നല്ല സിനിമകൾ തന്ന ആളാണ്. താങ്കളൊക്കെ വരുമ്പോഴും അപ്പോഴും ഈ തിയേറ്ററിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയാണെങ്കിൽ താങ്കളൊക്കെ മനസ്സും എടുക്കില്ലേ? അത് ഒരു വലിയ ചലഞ്ചാണ് എപ്പോഴും. ഇപ്പൊ എനിക്കൊരു പേഴ്സണൽ എക്സാമ്പിൾ പറഞ്ഞാല്, ഇപ്പൊ ചാലക്കുടിയാണ് എൻ്റെ സ്വദേശം. ഇപ്പൊ ചാലക്കുടിയിൽ തന്നെ ഒരു പ്രമുഖ തിയേറ്റർ, ഇപ്പൊ കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സിനിമ ഞങ്ങൾ എഴുതിയ സിനിമയാണ്. അത് ജയിലർ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടെയാണ് സിനിമ റിലീസ് ചെയ്തത്. തിയേറ്ററേ കിട്ടിയില്ല. ആ സിനിമ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല, സത്യസന്ധമായി പറയാം. അപ്പോൾ തിയേറ്റർ എന്ന് വെച്ചാൽ ഫാമിലി ആൻഡ് കിഡ്സ് കാണേണ്ട ഫാന്റസി ഹ്യൂമറാണ്. അത് വർക്കാവില്ല എന്നുള്ള സെക്കൻഡറി ആയ കാര്യം. അത്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. കാരണം അത് ഉച്ചയ്ക്ക് സമയത്ത് ഏത് ഫാമിലിയാണ് വന്നിരുന്ന തിയേറ്ററിൽ സിനിമ ആണെന്ന്. അപ്പോൾ ചാലക്കുടി എന്ന് പറഞ്ഞ എൻ്റെ സ്വദേശത്ത് തന്നെ ഒരു പ്രമുഖ തിയേറ്റർ, അതിനുള്ള ആ സിനിമ മറ്റ് സിനിമയ്ക്ക് സ്പേസ് കൊടുക്കാനായിട്ട് ആ സിനിമയുടെ എന്താ പറയുക, ബുക്കിംഗ് ഓപ്ഷൻ പോലും ഡിസേബിൾ ചെയ്തു. ബുക്കിംഗ് കൊടുക്കുന്നില്ല. വന്ന് അന്വേഷിച്ച് 10 പേരിൽ കൂടുതലുണ്ടെങ്കിൽ സിനിമ ഇടാം. അപ്പോൾ ആളുകൾ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ നോക്കണം ആദ്യം സിനിമ ഇടുമെന്ന്, എന്നാലേ സിനിമ ഇടുള്ളൂ എന്നുള്ള അവസ്ഥ. അതിനെ ചോദ്യം ചെയ്ത് പ്രശ്നങ്ങളുണ്ടായി. ഞാൻ പേഴ്സണലി അവിടെ പോയി സംസാരിച്ചു. അവർ പറയുന്നത് ഞങ്ങൾക്ക് ശരിയാണ്, നമ്മൾ നിവൃത്തികേട് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള. അത് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസാണ് എൻ്റെ സ്ഥലത്ത്. അപ്പോൾ പിന്നെ പൊതുവായിട്ടുള്ള കാര്യം പറയാമല്ലോ. പിന്നെ ഇവിടെ റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര സിനിമ ചെയ്തതെന്ന് പറഞ്ഞാൽ ആരും അറിയാനൊന്നും പോകുന്നില്ല. അപ്പോൾ വലിയ ആർട്ടിസ്റ്റുകൾക്ക് തന്നെയാണ് ഇപ്പോഴും വാല്യൂ, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അവരും വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വലിയ പ്രൊഡ്യൂസേഴ്സും വിചാരിക്കുന്നിടത്താണ് തിയേറ്ററുകാരും അവരുടെ, കാരണം നാളെ അവർക്ക് ഏത് സിനിമ കൊടുക്കും, ഇതൊക്കെ ഇതിന് വിഷയമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ കുറെ 3-4 സിനിമ ഒരുമിച്ച് കൂട്ടിയായിരിക്കും ബിസിനസ് എടുത്ത് വെച്ചത്. പിന്നെ മനസ്സും എടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി ശരിയാണ്. നമുക്ക് വിഷമം ഉണ്ടാവും, നമുക്കൊരു സ്പേസ് പോലും കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊരു പാഷൻ ആയിട്ട് ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമ്മൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അത് പ്രേക്ഷകരാണ് പിന്നീട് തീരുമാനിക്കുന്നത്. ഒരു സിനിമയുടെ റീച്ച് ഒരാഴ്ചയോ 1 മാസമോ അല്ല. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം. ഫോർ എക്സാമ്പിളാണ് പ്രിയ നോട്ടത്തിലാണ് സിനിമ. ഓരോ സിനിമയും അത് റീച്ച് ചെയ്യാനായിട്ട് 5 വർഷത്തോളം ആയിരിക്കും ചിലപ്പോൾ എടുക്കുക. അത് പ്രേക്ഷകരിൽ പിന്നീടായിരിക്കും അവർ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നതിന് ഒരു കാലയളവ് ഉണ്ടാവും. അത് ഏതെങ്കിലും തരത്തിൽ അവരിലേക്ക് എത്തും. അതായത് ഡിസർവ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ അത് എത്തുക തന്നെ ചെയ്യും. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സെറ്റ് ബാക്സ് എല്ലാം അതിന് വിഷയമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ പറയുന്നു, തിയേറ്ററുകൾ വലിയ സിനിമയ്ക്ക് സ്പേസ് കൊടുക്കുക, എന്ത് വിഷയം ഉണ്ടെങ്കിലും. പക്ഷെ ചെറിയ സിനിമകൾ വിജയിക്കുന്നുണ്ട്. കാണാനുള്ള ഒരു അവസരം കൊടുത്താൽ മാത്രമേ. അവസരം കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അത് സിനിമകൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? അത് കൊടുക്കുന്നില്ല. അത് നിരന്തരമായിട്ട് ഇപ്പോൾ നടക്കുന്നു. തിയേറ്ററിൽ ഉത്സവമാക്കുന്ന സിനിമകൾക്കല്ലാതെ അവർക്ക് കുറച്ച് തോക്ക് വെച്ച് വെടിയപ്പും ഇതൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ സിനിമയെന്ന് കാണുന്നു എന്ന് വേണം പറയാൻ. പിന്നെ അവരെയും കുറ്റമല്ല, അവരും വാടക കൊടുത്തിരിക്കുന്നു. അല്ല, അവർക്കും ബിസിനസ് താല്പര്യങ്ങളുണ്ടല്ലോ. പിന്നെ അവർക്കും സർവൈവ് ചെയ്യണം. അതാ പറഞ്ഞത്, നമുക്ക് ആരെ കുറ്റം പറയണമെന്ന് അറിയില്ല. എൻ്റെ അടുത്തൊരു പഴയ ഒരു പ്രമുഖ പ്രൊഡ്യൂസർ, ഞാനിങ്ങനെ എൻ്റെ അഭിപ്രായം പറഞ്ഞത്, അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ നിവൃത്തിയില്ല. തിയേറ്ററുകാർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് ഫുൾ ഷോ ആയിട്ട് എപ്പോഴും കളിച്ചാലേ അവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ ചെയ്യൂ. ഒരു ദയയും പ്രതീക്ഷിക്കേണ്ടെന്ന്, ഇതാണ് പറഞ്ഞത്. അവരിൽ നിന്ന് നിങ്ങൾ ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട. ഈ സിനിമയ്ക്ക് ഒരു സ്പേസ് കൊടുത്ത് നോക്കാം, പ്രതീക്ഷിക്കുകയേ വേണ്ടെന്നാണ്. രണ്ടും കൽപ്പിച്ചിറങ്ങണം. ഈ സിനിമയുടെ അല്ല, മൊത്തത്തിൽ ഇതും രണ്ടും കൽപ്പിച്ചിറങ്ങണം. അല്ല, ഇത് നമ്മള് വലിയ 100-150 തിയേറ്ററിലൊന്നും റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളൊരു 50. എന്നാണ് റിലീസ്? മാർച്ച് 1 റിലീസ് ചെയ്യുക. മാർച്ച് 1 സമരമാണല്ലോ. അല്ല, അതിപ്പോ അതാ പറഞ്ഞത്, നമുക്കിതൊന്നും ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ സിനിമ എടുത്ത് വിജയിക്കുന്നതിൽ എളുപ്പമാണ് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ലോട്ടറി അടിക്കുക എന്നുള്ള ലെവലിലായി മാറിയിട്ടുണ്ട് കാര്യം. കാരണം ഇതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളെ ബാധിക്കുക. നമ്മൾ സിനിമ നല്ലതായതുകൊണ്ട് മാത്രം ചിലപ്പോൾ കാര്യമില്ല. അതല്ലാതെ നമ്മൾക്ക് ഒരു കൺട്രോളും ഇല്ലാത്ത ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോവിഡ് ആണല്ലോ അതിൽ വലിയ എക്സാമ്പിളായിട്ട് വന്നത് സംഭവം. എത്രയോ പേരുടെ സ്വപ്നങ്ങൾ, സിനിമാ സ്വപ്നങ്ങൾ ഒരു വശത്തെ ഞാൻ പറയുന്നുള്ളൂ, അല്ലാത്തത് വേറെ. സിനിമാ സ്വപ്നങ്ങൾ എത്രയോ പേരുടെ നടക്കാൻ പോയ സിനിമ നടക്കാതായിട്ടുണ്ടാവും, ഒരിക്കലും നടക്കാതായിട്ടുണ്ടാവും. അത് നടന്നിട്ടുണ്ട്. സിനിമ എന്താ പറയുക, തിയേറ്റർ അടയ്ക്കുവാണെങ്കിൽ തുറക്കട്ടെ, അപ്പോൾ നോക്കാം. തിയേറ്റർ അടയ്ക്കുന്നില്ല, റിലീസ് നടത്തില്ല. റിലീസ് നടന്നില്ല. ഇന്നലെ ഞാനാണ് ആ വാർത്ത പുറത്ത് വിട്ടത്. 22-ാം തീയതി തൊട്ട് റിലീസ് നടത്തില്ല എന്ന് പറഞ്ഞു. അവർ നേരെ ഈ നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പ്രൊജക്ട് വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് OTT റിലീസാണ്. പക്ഷെ ഇന്നലത്തെ തീരുമാനം നേരെ മലക്കം പറഞ്ഞ് 23 ആക്കിയവർ. അപ്പോൾ 22-ാം മഞ്ഞുമേൽ ബോയ്സ് ഉണ്ട്, വലിയ സിനിമയാണ്. അതായത് അവർക്ക് വേണ്ട താല്പര്യത്തിനനുസരിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു നല്ല സിനിമ വന്ന് അതും കൂടി വരെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ 1-ാം തീയതി വരെ കൂടി വെയിറ്റ് ചെയ്യുമെന്ന് ചോദിക്കായിരുന്നു. അല്ല, അതാണ് അതിൻ്റെ ഒരു കോമഡി ആയിട്ട് ഞാൻ കാണാം.
അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞത്. നേരെ രാത്രി റിക്വസ്റ്റ് ഉണ്ട്, 1-ാം തീയതി വരെ വെയിറ്റ് ചെയ്യും, ഞങ്ങളുടെ സിനിമയും കൂടി റിലീസ് ചെയ്തിട്ട്. 1-ാം തീയതി അനിൽ തോമസിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന അനിൽ തോമസ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിലീസ് ചെയ്യുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിട്ടുന്ന തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് അത് ഒരു ഫിയോക്കൊന്നൊരു സംഘടന മാത്രമേ ആണുള്ളൂ. ഇനിയുണ്ട്, മൾട്ടിപ്ലക്സ് ഉണ്ട്, മറ്റ് സംഘടനകളുണ്ട്. അല്ല, അത് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് നമ്മളെല്ലാം അതാണ് ആഗ്രഹിക്കുന്നത്. സിനിമയാണല്ലോ നമ്മളെല്ലാവരുടെ യാത്ര. സിനിമയെ സ്നേഹിക്കുന്നവരാണ് അതിൽ വേണ്ട, അല്ലാതെ മറ്റു താല്പര്യങ്ങൾ മാറ്റി നിർത്തി സിനിമകൾ വരട്ടെ. തീർച്ചയായിട്ടും സിനിമകൾ വരട്ടെ. ഈ സിനിമയും അങ്ങനെ സൂപ്പർ ഹിറ്റ് ആകട്ടെ, അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കുറെ വേറെ ഇന്റർനാഷണൽ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അല്ലെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എൻ്റെ അടുത്തിരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ സംസാരമെന്ന് അറിയാലോ. നമ്മൾ ബേസിക്കലി സിനിമ കിട്ടാത്ത പ്രശ്നങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത്. ഇനി സിനിമയിലേക്കും കൂടെ നമ്മളൊന്ന് ഓടിയെത്താം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്. പിന്നെ എല്ലാവരും ഭയങ്കര അടിപൊളി ആൾക്കാരാണ്, നോർമൽ മനുഷ്യന്മാരാണ്. സോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഈ നോർമൽ മനുഷ്യന്മാരാന്ന് ഉദ്ദേശിച്ചത് അഹങ്കാരം മറ്റ് സിനിമയിലൊക്കെ വലിയ ജാടക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. ഇതിൽ അതിൽ പല വളച്ചൊടിക്കലുകളും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. നമ്മൾ സോ കോൾഡ് ആക്ടേഴ്സ് ജാട അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ നോർമലായി രാവിലെ വന്നു ഷൂട്ട് ചെയ്യുന്നു തിരിച്ചു പോകുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഞാൻ അഭിനയിച്ച ഒരു സിനിമയിലും ജാടയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, സത്യമാണ്. എനിക്ക് വർക്ക് ചെയ്ത ആരിൽ നിന്നും വലിയൊരു അഹങ്കാര ജാടയൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, സംഭവം എന്നൊക്കെ തോന്നുമല്ലോ. അങ്ങനെയൊന്നും ഇല്ലാതെ സാധാരണ ഒരു ഹാപ്പി പ്ലേസ് ആയിരുന്നു. എൻജോയ് ചെയ്തു. എന്താണ് ഈ ക്യാരക്ടർ? ഈ ക്യാരക്ടറിന്റെ പേര് അയന എന്നാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു ക്രൈമൊക്കെ നടന്നൊരു സ്ഥലത്ത് പറയാലോ എത്തിപ്പെട്ടു, കഥയല്ല, ഈ ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു ഇത് എത്തിപ്പെട്ടു പോയി ഇവരൊക്കെ ആയിട്ട് ഇൻവോൾവ് ആവുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടർ ഇതിൽ കുറച്ച് ടോം ബോയ്ഷ് ആണ്, ബൈക്കൊക്കെ ഓടിക്കുന്ന അങ്ങനത്തെ ഒരു പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഈ സബ്ജക്ട് കേട്ട് കഴിയുമ്പോൾ എനിക്ക് ചെയ്യാം എന്ന് സ്വയം മനസ്സിൽ വിശ്വസിച്ചാണല്ലോ പോകുന്നത്. അതെ. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ എന്തായിരിക്കും? ആക്ച്വലി ഇതിൽ വേണ്ടത് ബൈക്ക് ഓടിക്കാൻ അറിയണം. തയ്യാറെടുപ്പിൽ ഒരു ഹ്യൂമർ ഉണ്ടായിരുന്നു. അതാണ്, അതായത് പറയാം, ബൈക്ക് ഓടിക്കേണ്ട ക്യാരക്ടറാണ്. അപ്പൊ തന്നെ പറഞ്ഞു, ഞാൻ മുമ്പ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ ബൈക്ക് ഓടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ സിനിമ നടന്നിട്ടില്ല. ഞാൻ മറന്നുപോയി. സിനിമ നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഡൗട്ടായി, ബൈക്ക് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സിനിമ നടക്കാത്തത് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൊക്കേഷനിൽ വരുന്നു, അപ്പോൾ ഈ ബൈക്ക് ആദ്യം നമ്മൾ ബുള്ളറ്റ് ഒക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ നമുക്ക് ആളുടെ കോൺഫിഡൻസ് ലെവൽ ദിവസം സൈക്കിളിലേക്ക് എത്തിയോ? അവസാനം പുള്ളിക്കാരി പറഞ്ഞില്ല, ഞാൻ എന്തായാലും ബൈക്ക് ഓടിക്കും എന്ന് പറഞ്ഞു. പിന്നെ അത് ഓടിച്ചു. പിന്നെ നമുക്ക് അവിടെ കുറച്ച് തമാശകളൊക്കെ ഉണ്ടായെങ്കിൽ പോലും സംഭവം ആർക്കും ആളപായം ഒന്നും സംഭവിക്കാതെ അത്ഭുതകരമായിട്ട് ഇയാളല്ല അവിടെ നടന്ന ആളുകൾ, ക്യാമറ, അങ്ങനെ ഒന്നിനും ഒരു തകരാറും ഷൂട്ടിംഗ് പറഞ്ഞ നമ്മളെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ഈ ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്ന കൊള്ളാം, ആളെ നിങ്ങൾക്ക് അത്ര പരിചയം എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് മനുഷ്യരൊക്കെ അപ്പുറത്തെ പറമ്പിൽ കയറി നിന്നിട്ട് ഷൂട്ടിംഗ് കണ്ടു. ക്യാമറമാൻ ടോപ്പ് ആംഗിളാണ് വെച്ചത്. നമ്മള് സ്ഥലത്ത് വെച്ചിട്ട് അവിടെ കൊണ്ട്, പക്ഷെ പിന്നെ കുറച്ച് ചലഞ്ചസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു പോയിന്റ്. അതായത് ആ റോഡ് എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ ഇങ്ങനെ ഒരു കോട്ടയം ഭാഗമാണ് നമ്മുടെ പടത്തിലുള്ള ഒരു. അപ്പൊ അവിടെ ഉള്ളൊരു ടെറൈൻ തന്നെ കുറച്ചൊരു ഹില്ലി, ഇങ്ങനെ വഴി അങ്ങനത്തെ ഒക്കെ. ആ വഴിയിലൊക്കെ ഒരു ഡോട്ടൊക്കെ ഇട്ടിട്ട് ഞാനാണെങ്കിൽ നേരെ നോക്കി ഇങ്ങനെയൊക്കെ നോക്കിയാൽ പോലും വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളോട് ഒരു ചെറിയ കല്ലൊക്കെ വെച്ചിട്ട് ആ കല്ലിൽ കൊണ്ട് വണ്ടി നിർത്തണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അത് ഞാൻ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുന്ന സിനിമ കണ്ടിട്ടുള്ളൂ. പറഞ്ഞ നമ്മളെ സിനിമ കണ്ടിട്ട് സാധിച്ചു. കല്ലിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയതാണോ അതോ ക്യാമറമാൻ കൊണ്ട് ഓടിയതാണോ അതെല്ലാം സിനിമ കണ്ടിട്ട് മനസ്സിലാവുള്ളൂ. അത് പിന്നെ മേക്കിംഗ് വീഡിയോ ഇറങ്ങുമ്പോ അപ്പൊ ഞാൻ പറഞ്ഞ മേക്കിംഗ് വീഡിയോ ക്യാമറമാൻ ഓടിയപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കല്ല് മാറ്റി വെച്ചുകൊണ്ടായിരുന്നു എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗമായി നമ്മള് പ്രതീക്ഷിക്കുന്ന നല്ലൊരു സിനിമയുടെ ഭാഗമാണ്. നമുക്കൊരു സീനാണെങ്കിലും പ്രേക്ഷകർ കാണുക, കണ്ട് അംഗീകാരം കിട്ടുകയെന്നുള്ളത് അത്രയും സിനിമയിലേക്ക് എത്തി അല്ലേ? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? കുറെ ആയി കണ്ടിട്ടുണ്ട് നമ്മള്, അല്ലേ? നമ്മൾ ലാസ്റ്റ് കണ്ടത് എനിക്ക് തോന്നുന്നു ഏതിലായിരുന്നു? അന്നാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കാണുന്നത് അല്ലേ? എന്താണ് ക്യാരക്ടർ? ക്യാരക്ടറിന്റെ പേര് സരിക എന്നാണ്. എനിക്ക് കൂടുതൽ ക്യാരക്ടറിനെ കുറിച്ച് എന്ത് പറയാന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൈമിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കുട്ടി, സാഹചര്യങ്ങൾ കൊണ്ട് അതിന്റെ ബേസിക്കലി ഒരു കഥ, അത്രേ ഉള്ളൂ. മേഖലയിലാണല്ലോ, പല ഇൻവോൾവ് ആവുമല്ലോ, പല മേഖലയിലും നമ്മൾ കാണുന്നതാണല്ലോ സമൂഹത്തിൽ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ നടന്നൊരു സംഭവമാണ് അല്ലേ? ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് പെർഫോമൻസ് നല്ലോണം ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ശിവദാസ് നല്ല അത് ക്യാരി ചെയ്തിട്ടുണ്ടായ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്.
ഇനി തിയേറ്ററിൽ പ്രഷറാണ് ഇത് ചെയ്യുന്നത്. പ്രഷറാവും. നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് അത് എത്തിയെന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ പ്രഷറുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ഇപ്പോഴത്തെ പ്രഷർ അതെ ഒരു രക്ഷയില്ലാത്ത പ്രഷറാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും പണ്ടത്തെ പോലെയൊന്നും അല്ല പ്രഷർ. അവരൊരിക്കലും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. തീർച്ചയായിട്ടും ആ പ്രഷർ ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ എത്തുമായിരുന്നു. ഈ പറഞ്ഞ പോലെ അത്തരം ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ സിനിമയിലേക്കുള്ള ഒരു യാത്ര? ഇവരാരാണ് വിളിക്കുന്നത്? നമ്മൾ തന്നെ വേണം? ഇല്ല, അഭേട്ടൻ ആക്ച്വലി സുദീപാത്മികത്തിന്റെ സമയത്ത് തൊട്ടിട്ട് നമ്മൾ പക്ഷെ കണ്ടിട്ടൊന്നുമില്ല. ആ സമയത്ത് ഒരു പടത്തിൽ വർക്ക് ചെയ്തൊന്നല്ലാണ്ട് നമ്മൾ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ 1-2 സ്ക്രിപ്റ്റ് ചേട്ടൻ തന്നെ ചെയ്ത സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞു. പക്ഷെ അതൊന്നും നടപ്പിലായില്ല. കാരണം ഡേറ്റ്സിന്റെ ഇഷ്യൂവും അങ്ങനെ കുറെ ഇഷ്യൂസ് ആയിട്ട് ഒന്നും നടന്നില്ല. പിന്നെ ഈ ഒരു പ്രൊജക്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇത് ചെയ്യുമെന്ന് ചോദിച്ചു. കാരണം ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമ്മൾ എനിക്ക് കേൾക്കാം എന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് അനിലേട്ടൻ വന്ന സ്ക്രിപ്റ്റ്, അനിൽ കുര്യൻ അദ്ദേഹം വന്ന സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായി. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. അതിൽ ഈ 4 ലീഡ്സിനും അതെ ഭയങ്കര ഒരു ഇൻറ്റൻസ് ഉണ്ട്. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും ഓരോരുത്തർക്കും മൈൻഡ് അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ ഡെഫിനിഷൻ നമ്മൾ പറയുമല്ലോ, അത് നന്നായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു 10 വർഷം മുന്നേ നടന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നിങ്ങൾ മേ ബി പടം കാണുമ്പോൾ മനസ്സിലാവും കുറേ ഇൻസിഡൻസ് ഉണ്ട്. കുറേ ഇൻസിഡൻസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഴ്സണലി എന്നോട് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ ആ ഇൻസിഡൻസ് ഒക്കെ ഞാൻ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്, ടിവിയിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആസ് എൻ ഓഡിയൻ നമുക്കൊരു വേർഷൻ ഉണ്ടാവും, ഇത് ഇങ്ങനെയാണോ നടന്നത്. കാരണം മീഡിയ നമ്മളെ കാണിക്കുന്ന ഒരു വേർഷൻ ഉണ്ടാവും, മേ ബി പോലീസ് പറയുന്ന വേറൊരു വേർഷൻ ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ പുറത്തോട്ട് പോയിട്ട് വേറെ വേർഷനാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിന്ന് ഒരു വേറെ വേർഷനാണ് ഇവിടെ പടത്തിൽ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു നറേഷൻ കേട്ടപ്പോൾ എനിക്ക് കൊള്ളാമെന്ന് തോന്നി. അപ്പൊ അങ്ങനെ യെസ് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആക്ച്വലി ശിവയോട് പറഞ്ഞു ഇത് 2-3 സംസാരിച്ച് നടക്കാതെ ഇത് ചെയ്യണം എന്ന രീതിയിൽ പറഞ്ഞത്. ശിവത ചെയ്താൽ നന്നാവും, അത് നല്ല പെർഫോമൻസ് വരുന്ന സാധനമാണ്, ഇത് നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത്. ശരിക്കും അത് കൺവിൻസ്ഡ് ആയിരുന്നു പറഞ്ഞു. അപ്പം ഒരു നല്ല സിനിമയുടെ വീണ്ടും ഭാഗമാവുന്നു. അതെ, ഇനി നമ്മളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി വിധി എഴുതേണ്ട പ്രഷറാണ് സത്യം അല്ലെ? March 1 റിലീസായ റിലീസ് ആകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അടുത്ത ദിവസം റിലീസ്. നമുക്ക് March 1 പറഞ്ഞപ്പോൾ പോകാൻ പറ്റുന്നില്ലോ ഇങ്ങനെ ഉള്ളത് കൊണ്ട്. എവിടെയായിരുന്നു? പിന്നെ എന്ത് പറ്റിയിരുന്നു ഇടയ്ക്കിടയ്ക്ക്? അല്ല, ഒരു ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷമാണ് നമ്മൾ അവസാനം കാണുന്നത് അല്ലേ? ഒത്തിരി ഗ്യാപ്പ് വരുന്നു. അപ്പൊ 5 പടത്തിന്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ 5 സീക്രട്ട് ഹോം മുതൽ 5 സിനിമകൾ ഇനി റിലീസ് ചെയ്യാനുണ്ട്, അതിന്റെ ഒരു ഗ്യാപ്പ് ആയിരുന്നു. പിന്നെ എവിടെയാണെന്ന് ചോദിക്കണ്ട, അതിനുവേണ്ടി വേറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അല്ലേ? എന്താണ് കഥാപാത്രം? ഇതില് അജീഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, IT പ്രൊഫഷണലാണ്, ശിവതയുടെ കൊളീഗായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അപ്പം ഇതിനകത്ത് ഈ 4 പേരും ഈ ശിവത ഇപ്പോൾ പറഞ്ഞ പോലെ ആ ഒരു സംഭവം, ഒരു ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് ഈ 4 പേരും. 4 പേരും അവരുടേതായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ഇഷ്യൂവിലേക്ക് എങ്ങനെ ഇൻവോൾവ് ആവുന്നു, അതിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിനകത്ത് വളരെ കോർ കണ്ടന്റ് എനിക്ക് തോന്നുന്നില്ല അല്ലേ അവരുടെ മലയാളത്തിൽ അങ്ങനെ നമ്മൾ ഒരു സിനിമയിലും സംസാരിക്കാത്ത ഒരു വിഷയം നമ്മൾ സംസാരിച്ചു പോകുന്നുണ്ട്. ആ ഒരു ബോൾഡ് അറ്റംപ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പം അത് ഒരു ഫാമിലി ഓഡിയനായിട്ട് നമ്മളൊരു ഫാമിലി, ഒരു കുട്ടികളും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ചെന്ന് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചിലപ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കാൻ ചിലപ്പോൾ പറ്റുന്നില്ല, അവർക്ക് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. വളരെ വലിയ സഭ്യതയുടെ മുഖംമൂടി അണിഞ്ഞു വന്നിരുന്ന് കാണാൻ പറ്റുന്ന സിനിമയല്ല. അത് ഭയങ്കര വയലൻസ്, ആളുകൾക്ക് എന്താ പറയാ, നമുക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്ന അങ്ങനത്തെ അഭിയുടെ സബ്ജക്റ്റുകളൊന്നും അങ്ങനത്തെ അല്ലല്ലോ. പിന്നെ എന്താണ് ഒരു പരീക്ഷണമല്ല, അത് പറയപ്പെടേണ്ട നമ്മൾ കുറച്ച് നാളായിട്ട് ഞാനും അനിലും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കഥ പറയപ്പെടേണ്ട സിനിമയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്. പക്ഷെ ചില ക്രൈമുകൾ നടക്കുമ്പോൾ ഒരു തരത്തിലും അതിൽ ഇൻവോൾവ് അല്ലാത്ത ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളും അഫക്റ്റഡ് ആണ്. നമ്മളത് വിസ്മരിച്ചു പോകാറുണ്ട് പലപ്പോഴും. നമ്മൾ ആ ക്രൈമിന്റെ ബേസ് ചെയ്ത് മാത്രം സംസാരിക്കുക, അതിന് ഭാഗമായിട്ടുണ്ടാവുന്ന മറ്റു ഇമ്പാക്ട്സുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല. അപ്പോൾ നമുക്ക് തോന്നിയത് പറയപ്പെടേണ്ട സിനിമയാണ്, പറയണം എന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. വേണ്ടത്ര സിനിമകൾ കിട്ടാതെ പോയിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിലങ്ങനെ വലിയൊരു വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നിലേക്ക് വന്ന സിനിമകളിൽ പലതും എനിക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ടായിരുന്നു, ഉദ്ദേശിച്ച തരത്തിലുള്ള സിനിമകൾ വരാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 അവസ്ഥയിലൂടെയും പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളിപ്പോൾ ആ ചോദിച്ച ചോദ്യം എന്തായാലും ചിന്തിക്കും. അപ്പോൾ ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണല്ലോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വേണ്ട എന്ന് വെച്ച സിനിമകൾ പിന്നീട് മറ്റാളുകൾ ചെയ്തു.
ചെയ്യുന്നുണ്ടല്ലോ. അത്തരം സിനിമകൾ വേറെ ഹിറ്റുകളിലേക്ക് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ആ അത് ഡിസിഷൻസ് ഒക്കെ വളരെ കറക്റ്റ് ആയിരുന്നു. ഒരു തെറ്റും പറ്റിയിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു തെറ്റും പറ്റിയിട്ടില്ല അല്ലേ? ഇപ്പൊ ഇവിടെ പോലും ചിലപ്പോൾ എത്താൻ പറ്റാതെ വന്നേനെ അതൊക്കെ എടുത്തിരുന്നെങ്കിൽ അല്ലേ? ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ. തീരുമാനം കറക്റ്റായിരുന്നു. കറക്റ്റ് ആയിരുന്നു. അപ്പൊ അതിൽ വിഷമമില്ല, അതാ ഞാൻ പറഞ്ഞത്. അതാണ് ചോദിച്ചത്. അതിൽ അങ്ങനെ ഒരു വിഷമമില്ല. ചില സ്ഥലങ്ങളിൽ ഒരു ഗ്രൂപ്പായിട്ട് നിന്നാൽ കുറച്ച് സിനിമകൾ കൂടുതൽ കിട്ടും. അങ്ങനെയൊക്കെ സംഭവങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്നാൽ എന്നുള്ളതല്ല, ഒരു സൗഹൃദത്തിനകത്തുനിന്ന് നല്ല സിനിമകൾ ഉണ്ടാവും. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം കാരണം ഇതിനകത്ത് ഇപ്പം നമ്മൾ സീക്രട്ട് ഹോം ആണെങ്കിൽ പോലും അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഔട്ട് അത്രയും കാണാൻ പറ്റും. നമ്മൾ വളരെ ലിമിറ്റഡ് റിസോഴ്സിൽ നിന്നിട്ട് ഇത്രയും നല്ലൊരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ അപ്പം അതിൻ്റെ ഗുണം എന്താ, അത്രയും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായി, അതിനകത്ത് വേറെ ഈഗോസ് ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിനകത്ത് എന്തായാലും നല്ല സിനിമകളെ വരുള്ളൂ. അതെന്തായാലും സംഭവിക്കും. അതങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ കണ്ട എല്ലാ ഹിറ്റ് പടങ്ങളും നല്ല നല്ല സൗഹൃദങ്ങളിൽ നിന്നുണ്ടായ സിനിമകൾ. അതെ, തീർച്ചയായിട്ടും. ആ സൗഹൃദമാണ് പിന്നീട് നിലനിന്ന് പോവുകയും ചെയ്തത്. അവിടെയാണ് സിനിമകൾ ഉണ്ടാകുന്നത്. സിനിമ പിറക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ പിറന്നിട്ട് സിനിമയ്ക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. നമ്മൾ രാവിലെ ഒരുമിച്ചൊരു കഥ പറഞ്ഞ് വൈകിട്ട് അഭിനയിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു ഇൻറ്റൻസ് ഉണ്ടാവില്ല, അതിനകത്തൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇവരൊക്കെയാണ് കഥാപാത്രങ്ങൾ അല്ലേ? ഇവരെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സബ്ജക്റ്റ് കഴിയുമ്പോൾ ഇവരൊക്കെ വേണം എനിക്ക് എന്തൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? അത് നമ്മൾ ഈ സിനിമയുടെ കഥ പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ, ഒരു കഥയുടെ രൂപം പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ, ഇത് നല്ലവണ്ണം പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ വേണം എന്ന് നമുക്ക് നിർബന്ധമായിരുന്നു. ഇതിൽ പെർഫോമൻസ് 4 പേർക്കും, ചന്തു ആയാലും ആനും ശിവദ അപർണ, 4 പേർക്കും പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് നമുക്ക് റീച്ചബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ സിനിമ വേഗം ചെയ്യണം. അപ്പോൾ ഒരുപാട് നാള് വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ട ആർട്ടിസ്റ്റുകളിലേക്ക് പോയി ഈ വലിയൊരു ബഡ്ജറ്റിലേക്ക് സിനിമ ചെയ്യാൻ താല്പര്യമില്ല നമ്മൾ ആദ്യം തീരുമാനിച്ചു. പിന്നെ നമ്മളുടെ കയ്യിൽ നമ്മളുടെയോടും ഒപ്പം നിന്ന് നമ്മൾ ആദ്യമായിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റ് തലവേദനകളില്ലാതെ, വേറെ ഡേറ്റ് കോൺഫ്ലിക്ട്സ് ഇല്ലാതെ നമ്മുടെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം. അപ്പോൾ നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള ആളുകളെ, അത് ഈ പെർഫോമൻസ് ബെസ്റ്റ് ആയിട്ടുള്ള നമുക്ക് റീച്ച് ആവേണ്ട ആളുകളിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അപർണയോട് കഥ പറയുന്നു, ശിവതയോട് പറയുന്നു, ചന്തുവിനെ കണ്ട് കഥ. പിന്നെ ഇതിലൊരു ചലഞ്ച് നമുക്ക് ഉണ്ടായിരുന്നത്, ഈ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ ഈ കാണുന്ന നന്മയും സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാവർക്കും അവരുടേതായ ഗ്രേ ഷെയ്ഡ്സ് ആണ്. ഇത് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് നമുക്കൊരു, കാരണം ചിലപ്പോൾ ചില ആളുകളുണ്ടല്ലോ അതിൻ്റെ ഇമേജ് കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന എന്നൊക്കെ നമുക്ക് പലരും കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഇമേജ് വിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ചെയ്യില്ല, ഇത്തരം മോശം ഒരു പ്രവൃത്തി സിനിമയിൽ ചെയ്യില്ല എന്നൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് നമ്മളോട് ഇവരോട് പറഞ്ഞു, ഓരോരുത്തരുടെ അടുത്തും പറഞ്ഞു ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ സർപ്രൈസിംഗ്ലി ഇവരെല്ലാവരും ഇത് ഞാൻ ചെയ്യാം, കാരണം കഥയുടെ അല്ലെങ്കിൽ ആ സിനിമയുടെ വിശ്വാസം, ആ ക്യാരക്ടറിന് അത് വേണം എന്നുള്ള അവരുടെ ധാരണ, അതിൻ്റെ പുറത്താണ് ഇവരെല്ലാവരും അത് സന്തോഷത്തോടെ ചെയ്തത്. ഈ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്ന് പറയുന്നുള്ളൂ. നമുക്ക് അതിനൊക്കെ മാതൃകയാക്കേണ്ട മമ്മൂക്കാനൊക്കെ അല്ലേ, ലാലേട്ടനൊക്കെ അല്ലേ അല്ലേ? ഇപ്പോൾ വന്നവരൊക്കെ അങ്ങനെ പറയുമ്പോൾ അവരൊക്കെ പണ്ട് ചെയ്ത പോലത്തെ സിനിമകൾ, ഫോർ എക്സാമ്പിൾ ഇവരൊക്കെ എത്രയോ പ്രായം ചെന്ന റോളുകൾ ചെയ്തിട്ടുണ്ട് എത്രയോ കാലം മുമ്പ്, അവരെ ചെറുപ്രായത്തിൽ. അപ്പോൾ അതൊക്കെ അന്നേ ചെയ്തിട്ടുണ്ട് അവർ. അപ്പൊ അതൊക്കെ ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തരുന്ന മാതൃക നമുക്ക് ഭയങ്കരമായ എക്സാമ്പിൾസ് ആണ് അവർ. അത് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യം. അതൊക്കെ നമുക്ക് മോട്ടിവേഷൻ ശരിക്കും തരുന്നത്. ഇപ്പോഴത്തെ തലമുറയൊന്നും അത് ഉൾക്കൊള്ളാത്ത എന്തുകൊണ്ടാണെന്ന് താങ്കളൊക്കെ എക്സ്പീരിയൻസ് വെച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, സമൂഹവും പ്രേക്ഷകരും ഒരുപാട് ട്രാവൽ ചെയ്തു, കുറെ കാലത്തിന് ശേഷം ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ ആളുകളുടെ കാഴ്ചപ്പാടിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ആർട്ടിസ്റ്റുകൾക്കും ആ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പല ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്ക് ഒരിക്കലും ഒരു അമ്മ റോള് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ടൈപ്പ് കാസ്റ്റ് ആയി പോകും, പിന്നെ സ്ഥിരമായിട്ട് അവരെ അതിന് തന്നെ വിളിക്കുന്നുള്ളതാണെന്നില്ല സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കാറ് അങ്ങനെ റോള് ചെയ്ത ആളെ മാറ്റി വേറെ എന്ത് ചെയ്യണമെന്നാണ് പേഴ്സണലി ഞാനും അതിനെല്ലാം ചിന്തിക്കാറ്. ഓക്കെ അവരിത് ചെയ്യാത്തൊരു ടൈപ്പ് കൊടുക്കാം എന്ന് ചെയ്തു. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അവർ ചെയ്തുകൊണ്ട് ആ ക്യാരക്ടറിന് അവർ ബെസ്റ്റാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്ന പോലെ പ്രോസ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരും കുറച്ച് കെയർഫുള്ളാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു വയസ്സായ ഒരു ക്യാരക്ടർ ചെയ്താൽ ഇനി നാളെ ഒരു അച്ഛനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ നാളെ തുടങ്ങി അച്ഛൻ റോളും കൂടെ എന്നെ കൊണ്ട് തേടി വരും എന്ന് പേടി അവർക്ക് ഉണ്ടെന്നുള്ള വസ്തുതയാണ്. പിന്നെ ആ ക്യാരക്ടേഴ്സ് വരുമ്പോൾ തന്നെ അതിൽ ഡിഫറെന്റ് ആയിട്ടൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അവർ ചെയ്യും. അത് ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചെയ്യും. ഇപ്പൊ നമുക്ക് പക്ഷെ ആ കണ്ടന്റും അതുപോലെ തന്നെ അവരെ അത്ര എക്സൈറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. മുമ്പ് ഉള്ള ആളുകൾക്ക് അത്രയും അവരങ്ങനത്തെ ഡിഫറെന്റ് റോള് നോക്കിയിട്ടും ചെയ്യുമായിരുന്നു. ഓക്കെ ഇത് ഡിഫറെന്റ് ആണ്, ഇത്തിരി പ്രായമുള്ള ആളാണ്, ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഇപ്പൊ അവർക്ക് അതിനുള്ള ധൈര്യം അത്രയ്ക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പഴയ ആളുകളുടെ ധൈര്യമില്ലായ്മ ഉറപ്പായിട്ടുണ്ട്. അവർ ഈ ഇമേജ്
ഇത്ര ചെറുപ്പത്തിൽ ഞാൻ അച്ഛനായിട്ട് അഭിനയിച്ചാൽ പിന്നെ അത് പ്രശ്നമാവും എന്നൊക്കെ സ്വാഭാവികമായിട്ട് വരും. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്താൽ പ്രശ്നമാവും. പക്ഷെ അല്ല, നെഗറ്റീവ് ക്യാരക്ടർ ഇപ്പൊ ചെയ്യാൻ തയ്യാറായിട്ടുള്ള എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോ കാണാൻ ഇപ്പൊ ചാക്കോച്ചൻ പോലും അതുപോലെ ഫഹദാണെങ്കിലും എല്ലാവരും ഇവരൊക്കെ തയ്യാറാണ്. പൃഥ്വിയാണെങ്കിലും എല്ലാവരും തയ്യാറാണ്. അപ്പൊ അവർക്ക് മാറി വരുന്നുണ്ട്. അവർക്ക് അറിയാം കണ്ടന്റ് ആണ് ഇമ്പോർട്ടന്റ്, അല്ല എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ട്. ആ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഒരു കലാകാരനാകുന്നുള്ളൂ. മാത്രമേ ഉള്ളൂ. ഇമേജ് മാത്രം നോക്കി എപ്പോഴും നല്ലത് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വൈവിധ്യമായ റോൾ ഒരിക്കലും കിട്ടാൻ പോകില്ല. മമ്മൂക്കയും ലാലേട്ടനൊക്കെയാണ് മാതൃക. അത് കണ്ടാൽ അവർക്ക് ചെയ്യാൻ തോന്നുമല്ലോ സ്വാഭാവികമായിട്ടും. തീർച്ചയായിട്ടും. അവരുടെ കേട്ടില്ലേ, ഇതൊക്കെയാണ് സിനിമ. പക്ഷെ എനിക്കിപ്പോ ഞാൻ പ്രിയനോട്ടത്തിലാണെങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ ഇവരുടെ തന്നെ സിനിമയാണ്. എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു ഇതിനകത്തൊരു കുട്ടിയെ, ഒരു അത്രയും പ്രായമുള്ള ഒരാളായിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം അവര് റെഡിയാണത് അങ്ങനത്തെ 2 ഡിഫറെന്റ് ക്യാരക്ടറിൽ എനിക്ക് തരാൻ വേണ്ടി. പക്ഷെ എത്രത്തോളം ഡയറക്ടേഴ്സ് അങ്ങനെ അതിൽ അമ്മ റോള് ചെയ്തല്ലേ ഇത്രയും ചെറുതായി കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളത് ഇപ്പൊ നാച്ചുറലി സംഭവിക്കുന്നതാണ്. നമുക്ക് അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പേടി വരുന്നത്. നമുക്ക് എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനും താല്പര്യമുണ്ട്. എന്ത് വയസ്സായ ആളും നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ റെഡിയാണ് ഞാൻ. പക്ഷെ ഒരിക്കൽ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അങ്ങനെ കോൾസ് വരുമ്പോ അടുത്തത് അമ്മ, അടുത്തത് അമ്മ, അടുത്തത് അമ്മ, അടുത്തത് അമ്മ. അതെ, ഇത് 5 വയസ്സാകുമ്പോ 6 വയസ്സായ കുട്ടി, 7 വയസ്സായ കുട്ടി, 8 വയസ്സായ കുട്ടി, അങ്ങനെ ആവുമ്പോഴേ അപ്പൊ നമുക്ക് തോന്നും എന്താ കുറച്ച് വേറെ ഇത്തിരി ഒരു റൊമാൻറ്റിക് കുഞ്ഞി കോളേജിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് എനിക്ക് ചെയ്തൂടെ, എന്തെന്നെ വിളിക്കാത്തെന്ന് തോന്നും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുന്നോണ്ടാണ് എല്ലാവർക്കും പേടി. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയില്ല. എനിക്ക് ആക്ച്വലി പേടിയില്ല. അമ്മ ക്യാരക്ടർ ചെയ്ത് നന്നായി ഫലിപ്പിച്ചിട്ടല്ലോ അത്. തീർച്ചയായിട്ടും. അവിടുന്ന് ഇവിടെ എത്തുമ്പോ വേറെ ക്യാരക്ടറായി പിടുത്തം വിട്ടിട്ടില്ല. ഞാൻ പിടിച്ചിട്ടുണ്ട്, എന്നെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല, അത് ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മള് ഇൻഡസ്ട്രിയിൽ വർക്ക് എല്ലാ സിനിമയല്ല, പക്ഷെ നമുക്ക് ഒരു സൗഹൃദം ഉണ്ടാകും. അവരുടെ കാലിബറിൽ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോഴും നമ്മള് ഇമ്മീഡിയറ്റ് സിനിമകൾ അല്ലെങ്കിൽ പോലും അവർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നാൽ നമുക്ക് അവർക്ക് കൊടുക്കാം, കാരണം വിശ്വസിച്ച് കൊടുക്കാം. അവരെ നമുക്ക് ആ ഔട്ട്പുട്ട് പരമാവധി അത് ഗ്രൂപ്പ് എന്നാണോ പറയുക, സൗഹൃദമാണ്? സൗഹൃദമാണ് അത് പൂർണ്ണമായിട്ട്. രണ്ടാണ്. പ്രിയം കഴിഞ്ഞ് നമ്മള് കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ സിനിമ ചെയ്ത് ഇവരാരും ഇല്ലല്ലോ. അത് നമ്മള് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ നമുക്ക് അതിന് നൈലയുണ്ട്, നൈല പ്രിയനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ കംഫർട്ട് ഫാക്ടർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏത് ആളുകൾ അത് ചെയ്യാത്തത്? നിങ്ങൾ എല്ലാ ഡയറക്ടേഴ്സിനും എടുത്ത് നോക്കിക്കോളൂ. അവരുടെ സിനിമകളിൽ ഒന്നിലധികം സിനിമകളിൽ അതിന്റെ സിനിമയിൽ അഭിനയിച്ച ആളുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടാവും. പിന്നെ ഇവർക്ക് ചീത്ത പറഞ്ഞാലും ഇപ്പൊ വേടനല്ലേ പറഞ്ഞോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടല്ലോ. എന്താ നീ ചെയ്യുന്നത് പറഞ്ഞാലും അതുകൊണ്ട് പക്ഷെ ചീത്ത പറയാത്തൊരു ഡയറക്ടറാട്ടോ, പാവൻ ഡയറക്ടറാ. ഇതുവരെ ചീത്ത പറഞ്ഞു ദേഷ്യം വരുവാണെങ്കിലും കടിച്ചിങ്ങനെ അമർത്തിയിരിക്കും, പറഞ്ഞിട്ടില്ല പുറത്ത് ഇതുവരെ. അങ്ങനെ കടിച്ച് അമർത്തിയിരുന്ന ആ ദേഷ്യം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു നമ്മളൊരു പേപ്പർ എറിയുന്ന സീനിൽ അതായിരുന്നു നല്ല ദേഷ്യം വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു പേപ്പർ ഇങ്ങനെ എറിയണം, എന്നിട്ട് ഈ പേപ്പർ 4 സൈഡും പോയി ഇങ്ങനെ വീഴണം. എനിക്ക് സ്ഥിരം പേപ്പർ ഇടലല്ലോ. ബോംബ് എറിയണ മാതിരി പേപ്പർ എറിഞ്ഞിട്ട് അവസാനമായിട്ട് ഒരു 4-5 സമയം കഴിഞ്ഞിട്ടിരിക്കും. അപ്പൊ പേപ്പർ ഇങ്ങനെ ചെതറി എറിയണം. അപ്പൊ അതിങ്ങനെ വരുന്നതിന്റെ ഒരു വിഷ്വൽ നമുക്കുണ്ട്. ആള് പോയിട്ട് പേപ്പർ ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോ ആ കൊച്ചിനെ ആരെങ്കിലും പേപ്പർ എറിയാൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നല്ല ദേഷ്യം വന്നത് എനിക്കറിയാം. പക്ഷെ ഈ മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന അടുത്തൊരാളാണ് അനിൽ കുര്യൻ എന്ന് പറയുന്നത്. നമ്മുടെ അനിലേട്ടൻ കുറച്ച് ശാന്ത സ്വഭാവമാണ്. അനിലേട്ടൻ കുഴപ്പമില്ല അങ്ങനെ, അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ പോലെ അങ്ങനെയല്ല. എനിക്കറിയില്ല, എനിക്കിതിന് യാതൊരു അല്ലും അഭിയും ഭാര്യയും ഭർത്താവാണെന്ന് എനിക്ക് എന്നെ ഇതിനകത്ത് വിട്ടേക്കാം. അതാ പറയുന്നത്, ഇതിൽ സംസാരിക്കുന്ന സീരിയസ്നെസ്സിലൊന്നും എന്റെ കോൺവെർസേഷൻ എടുക്കരുത്. വളരെ സിമ്പിൾ ആയിട്ട് സൗഹൃദങ്ങളെ പലപ്പോഴും നമ്മളിപ്പോ അത് അവരുടെ അങ്ങനെ ചിന്തിച്ചു അവരുടെ പറ്റും. അല്ല, ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് പലപ്പോഴും സിനിമ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഫോണിലൂടെയാണ്. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടിൽ ഭാര്യ ചോദിക്കുന്നത് നിങ്ങൾക്ക് അങ്ങ് ഒരുമിച്ച് താമസിക്കാൻ ഫോണിലാണ്. വീട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സമയം നിങ്ങൾ ഫോണിൽ വേറെ ആളായിട്ട് സംസാരിച്ചിരിക്കുന്നത് പിന്നെ വീട്ടിൽ ഇരിക്കുന്നത് ചോദിക്കുമല്ലോ. അതായത് രണ്ടുപേരും ഭയങ്കര പെർഫെക്റ്റ് ആണ്. രണ്ടുപേരും, അതായത് ഇവര് തമ്മിൽ കോംപ്ലിമെന്റ് ഈച്ച് അതർ. ഒരാൾക്ക് ദേഷ്യം വരുമ്പോ ഒരാളത് സൈലൻസ് ചെയ്യാം, അങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് എനിക്ക് ചീത്തയേക്കാതെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പം കടിച്ചിരി ഇങ്ങനെ ഇരിക്കും. അതെ, എന്താ സമയം ആയില്ലേ, ഇത് എന്ന് എടുത്തിട്ട് എറിഞ്ഞ എന്താ ഇങ്ങനെ ചോദിക്കും. എടുത്തെറിഞ്ഞ കിട്ടുമോ ബേട്ട, എളുപ്പ പരിപാടിയാണ് ഇത്.
അതിനെ മിച്ചമുണ്ടായിരുന്നോ? ഒരു പേപ്പർ എറിയാനാണ് അങ്ങനെയല്ല, എങ്ങനെയാണെന്നറിയോ? പേപ്പർ എറിയാൻ ഇത്ര സമയം വിചാരിക്കണ പോലെയല്ലട്ടാ. ഒരു കെട്ട് പേപ്പർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എറിയുമ്പോ മഴ പെയ്യുന്ന പോലെ വീണമെന്ന് പറഞ്ഞ എളുപ്പപ്പണിയല്ല. നമ്മൾ വിചാരിക്കും എളുപ്പപ്പണിയാണ്, അല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, കോളേജിലൊക്കെ പഠിക്കുമ്പോ പേപ്പർ കീറി എറിയണ ശീലമൊന്നും അങ്ങനെ എന്നോട് അന്ന് എന്നെ ബിഹേവ് ചെയ്ത് എന്താ എങ്ങനെയാന്നറിയോ, എല്ലാ ദിവസവും പേപ്പർ ഇടാൻ പോകുന്ന ഒരാള് ഒരു ദിവസം പേപ്പർ തെറ്റിച്ചിട്ടാ എങ്ങനെയുണ്ട്, അതുപോലെ എന്നോട് പേപ്പർ ഇടുന്ന ജോലിയായിരുന്നു. എനിക്കെന്താ പേപ്പർ ഇടാനാണോ പണിയാ, അങ്ങനെയായിരുന്നു. രാവിലത്തെ പേപ്പർ ഉദ്ദേശിച്ചത്. അതെ, മനോരമയ്ക്ക് വരെ മംഗളം ഇട്ടാൽ എന്തുണ്ടാവുന്നതാണ്. അത് തന്നെ, അതുപോലെ ആയിരുന്നു. അത് കൃത്യമായിട്ട് ഇട്ടു, കുറച്ച് സമയം എടുത്താണെങ്കിൽ. എന്തൊക്കെയോ അത് ചെയ്തു തോന്നുന്നു, സൈഡിൽ നിന്നൊക്കെ ആരൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ടെക്നോളജിയുടെ വികാസം ഇവന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. CG ചെയ്ത് ഒപ്പിച്ചെടുത്ത് അല്ലേ. അപർണ ചെയ്തു വെച്ചിരുന്ന സിനിമയിൽ അപർണയ്ക്ക് എന്നും പ്രിയം എന്ന് തോന്നുന്ന സിനിമ ഏതായിരിക്കും? ഇറങ്ങിയ സിനിമകളിൽ സത്യം പറയുകയാണെങ്കിൽ നോ ഓഫൻസ് ഡാഡ് ആയിരിക്കും. ബിക്കോസ് അതിലെനിക്ക് ഒത്തിരി പെർഫോമൻസ് ചെയ്യാൻ ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു. അത് വർക്കാവും ചെയ്തു. അപ്പൊ നമുക്കതൊരു കുറച്ചൊരു ക്ലോസ് ടു ഹാർട്ട് ഫീലിംഗ് ആണ്. പക്ഷെ അങ്ങനെ ഞാൻ അങ്ങനെ അതൊരു ഇത്തിരി സ്പെഷ്യലാന്നേ ഞാൻ പറയുള്ളൂ. എല്ലാ സിനിമകളും ഇപ്പൊ ആദ്യം അഭിനയിച്ച സത്യൻ സാറിന്റെ ചെറിയ റോളാണെങ്കിലും എനിക്കത് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ആദ്യം നായികയായി ചെയ്ത മനോഹരം വിനീതന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഇവരെ പരിചയപ്പെടാൻ പറ്റിയ സിനിമ പ്രിയനോട്ടത്തിലാണ്, വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പൊ സീക്രട്ട് ഹോം ആണെങ്കിലും എൻജോയ് ചെയ്ത് ഒരു നിമിഷം പോലും ബോറടിക്കാതെ എൻജോയ് ചെയ്ത സിനിമയാണ്. അതും ക്ലോസ് ടു ഹാർട്ട്. മനോഹരമൊക്കെ ചെയ്തതിന് ശേഷം അത്തരമൊരു സിനിമകൾ പിന്നീട് അല്ല അത്തരമൊരു സിനിമകൾ അവരുമായിട്ട് ഒന്ന് ഒത്തുപോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. മനോഹരം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡയറക്ടർ സിനിമ അതിനുശേഷം എടുത്തിട്ടില്ല. പിന്നെ വിനീതേട്ടൻ ആ ഒരു ബിസി, അങ്ങനെ വേറൊരു, അങ്ങനെ എപ്പോഴും എല്ലാ ടീമും ഒരുമിച്ച് വരണമെന്നില്ല. എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല. അവരുടെ കൂടെ തന്നെ സിനിമ ചെയ്യണമെന്ന് ഒരു ആഗ്രഹമില്ല. വേറെ 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 സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇപ്പൊ ലക്കിലി അബേട്ടൻ രണ്ടാമത്തെ ഓടത്തിൽ വിളിച്ചു, ഇനി അടുത്ത ഓടത്തിൽ വിളിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നമ്മള് പേപ്പർ എന്ന് ഓർക്കും. തന്നെ അവളെ വിളിക്കണ്ട, ഇതില് പേപ്പർ ഉണ്ടെങ്കിൽ വിളിക്കണ്ട. അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? ചോദിക്കുന്നതിൽ തെറ്റില്ല, കംഫർട്ടബിൾ ആയ സ്പേസിൽ ചോദിക്കാറുണ്ടോ? എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തരണേ. ഞാൻ അബേടിനോട് പറഞ്ഞിട്ടുണ്ട്, അബേട അങ്ങനെ വിളിക്കണേ, എന്നെ വിളിക്കണേ എന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള സ്പേസിൽ, പറയാൻ പറ്റുന്ന സ്പേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്തരം സ്പേസുകൾ ഉണ്ടോ? ഒരുപാടുണ്ട്. അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവസരങ്ങൾ കിട്ടാറുണ്ടോ? അല്ലെങ്കിൽ അവർ പറയും ഇതിന് അപർണയ്ക്ക് പറ്റിയ ഒരു വേഷമില്ല, അങ്ങനെയും പറയാറുണ്ട്. ഉറപ്പായിട്ടും ഇതില് നോക്കട്ടെ, ചിലപ്പോൾ ഇതിലില്ലായിരിക്കും, നെക്സ്റ്റിൽ ഉണ്ടാവുമായിരിക്കും, ഇതിലൊന്നും തനിക്ക് പറ്റുമുണ്ടോ, നമുക്ക് ചെയ്യാം, അങ്ങനെ പറയുന്നവരുണ്ട്. അല്ല, അങ്ങനെ പറയുമ്പോഴും അപർണയ്ക്ക് പറ്റിയ വേഷമില്ല, ഇനി ഇതിലില്ലാന്ന് പറയും. പിന്നീട് അപർണ ആ സിനിമ കാണുമ്പോൾ എനിക്ക് ചെയ്യാവുന്നതായിരുന്നു അത്, പിന്നെ എന്തുകൊണ്ട് എന്നെ മാറ്റി, അങ്ങനെ ചിന്തിക്കേണ്ട അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഈ ഒരുപാട് പേരോടൊന്നും അങ്ങനെ ചാൻസ് ചോദിച്ചിട്ടില്ല. എനിക്ക് സത്യൻ സാറ് സിനിമയിൽ ഇനിയും അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ സത്യ സാറോട് പോയിട്ട് സാർ എനിക്കൊരു ചാൻസ് തരുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എന്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ സാറിന് കറക്റ്റ് ആയ ഒരു സമയത്തും എന്നെ വിളിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് സാറിനോടുള്ള വിശ്വാസം. സാർ അത് ചെയ്യും എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് മേ ബി സാറിന്റെ അടുത്ത സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. അറ്റ് ദാറ്റ് ടൈം മേ ബി എഴുതുന്ന സമയത്ത് സാറ് വേറെ ആരെങ്കിലും ആലോചിച്ചത്. സാറിന്റെ മകൾ എന്ന് പറഞ്ഞ സിനിമയില് സാറ് അപർണ എന്നാണ് ആ മോൾക്ക് ഇട്ട ക്യാരക്ടറിന്റെ പേര്, അപ്പു എന്നാണ് പെറ്റ് നെയിം. സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാർ എനിക്ക് മെസ്സേജ് അയച്ചു, അപർണയെ ഓർത്തിരുന്നു ഞാൻ ആ പേരിട്ടപ്പോൾ എന്ന് പറഞ്ഞു. എനിക്ക് അതിനേക്കാളും വലുത് ഒന്നും വേണ്ട. ആ സിനിമ കാണുമ്പോൾ സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടർ സാർ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു പേര് ഇടുന്ന സമയത്ത് എന്നെ ഓർത്തു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. സിനിമ പുറത്തു നിന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. സിനിമയിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വരുന്നു പോലും വിചാരിച്ചിട്ടില്ല. അപ്പൊ ഇപ്പൊ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു ആഡ് ഓൺസ് ആണ് ലൈഫിൽ. ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ചതല്ല. സോ ഐ എം എൻജോയിങ് ഹിയർ. ഭയങ്കര തൃപ്തിയാണ്, വളരെ ഹാപ്പിയാണ്. വേണ്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ഡയറക്ടർമാര്, നമുക്ക് പ്രതീക്ഷ ഉണ്ട് ഈ ഡയറക്ടർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. ഞാൻ ഇന്നോ നാളെ ആയിട്ട് ഇത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് എത്തും എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്ന സ്പേസ് ഞാൻ വളരെ ഹാപ്പി ആയിട്ട്. ഈ ചില ആൾക്കാർ ഭയങ്കര ലക്കിയാണ്, ആദ്യത്തെ 2 സിനിമയിലൊക്കെ ഭയങ്കര ഹിറ്റായി പോകും. ചില ആൾക്കാർക്ക് ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ആയിരിക്കും. ഐ ഫീൽ ലൈക്ക് എനിക്ക് ഉണ്ടാവുന്നത് ഒരു ഗ്രാജുവൽ ഗ്രോത്ത് പ്രോസസ്സാണ്. ഇപ്പം 2023 വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പം ഈ വർഷം കുറച്ചുകൂടെ സിനിമകളും കാര്യങ്ങളും ഡിസ്കഷൻസ് ഉണ്ട്. അപ്പൊ ഐ ഫീൽ ലൈക്ക് സ്ലോലി ഐ എം ഗെറ്റിംഗ് ദെയർ എന്നുള്ളൊരു ഫീലിംഗ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്, നമ്മൾ തൃപ്തിയാണ്. ഇനി നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ നിർത്താനൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്റെ യാത്ര തുടരുകയാണ്. അപ്പം സൂക്ഷിച്ചോ, നിർത്തില്ല. ഇനിയുള്ള സിനിമകളൊക്കെ വിളിച്ചോളാം, എല്ലാവരും കൂടെയുള്ള ഒരു മുന്നറിയിപ്പുകളാണ്. ഞാൻ നിർത്താനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ്. ഇവിടെ തന്നെ ഉണ്ടാകണം, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാകണം. മലയാള സിനിമ വലിയ കടൽ പോലെയാണ്, നമ്മളില്ലെങ്കിൽ അടുത്ത ആള്
എന്നാണ് സിനിമയുടെ അല്ലേ മൊത്തത്തിൽ പറയുന്നത്. പുതിയ ആളുകൾ വരും, അത് സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ സ്പേസ് കൃത്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമയിലുണ്ടാവും. എന്തായാലും ഈ സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഇതിന്റെ ഒരു 25-50 ദിവസമൊക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യവും നമുക്ക് ലഭിക്കട്ടെ. തിയേറ്ററിലെല്ലാം ആളുകൾ പോയി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ അതിനുള്ള സമയം കൊടുക്കുക തിയേറ്റർ ഉടമ. അതാണ് നമുക്ക് പറയാനുള്ളത്. തിയേറ്റർ ഉടമകളും ഈ സമരങ്ങളും എല്ലാം ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ. പക്ഷെ അത് ഭയങ്കര കൂളായിട്ട് തന്നെയാണ് അതിന്റെ തുടക്കം പറഞ്ഞത്. നമ്മുടെ സിനിമയ്ക്ക് നിങ്ങൾ സമയം തന്നാൽ ആ സിനിമ ഓടും, ഇല്ലെങ്കിൽ ഓടില്ല. നിങ്ങൾ ഷോ വെറുതെ കൊടുത്തിട്ട് 2 മണിക്കും രാവിലെ 7 മണിക്കും ഷോ കൊടുത്തിട്ട് കാര്യമില്ല. ഷോയ്ക്ക് ആളുകൾ കയറുന്ന ടൈം കിട്ടുക. അതൊരു ഷോ ആണെങ്കിലും ആ ടൈം കൃത്യമായിട്ട് തരുക അല്ലേ. കുറച്ച് സ്പേസ് കൊടുത്തിട്ട് അതിന് ആരും വരുന്നില്ല, അഭിപ്രായം ഉണ്ടാകുന്നില്ല എങ്കിൽ അത് എടുത്തു കളഞ്ഞതിൽ നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, ആരും വരുന്നില്ല, അതിന് പ്രോപ്പർ ടൈം കൊടുത്തിട്ടും ആരും വരുന്നില്ല. അവസരം കൊടുക്കാതെ നമ്മൾ എങ്ങനെ ഒരാളുടെ കാലിബർ മെഷർ ചെയ്യുക എവിടെയാണെങ്കിലും. തീർച്ചയായിട്ടും. അപ്പം അത്തരം അവസരങ്ങൾ ലഭിക്കട്ടെ. സൂപ്പർ ഹിറ്റായിട്ട് എല്ലാ ബിസിനസ്സും നടക്കട്ടെ. സിനിമയുടെ OTTയും സാറ്റലൈറ്റും എല്ലാ ബിസിനസ്സും നടക്കട്ടെ. എന്നാലും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു. സന്തോഷം.